കാളിദാസ് ജയറാം ഞങ്ങളുടെ പഠിച്ചത്. ഞങ്ങളുടെ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ഞാനും കാളിദാസ് ജയറാമും കൂടെ സ്റ്റേജിൽ മിമിക്രി ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് എനിക്കൊന്ന് വിക്കിപീഡിയയിൽ അടിച്ചാലൊന്നും കിട്ടത്തില്ല. ആ വീഡിയോ എന്റെ ഫോണിലുണ്ട്, പക്ഷെ അത് പുറത്തിടരുതേ എന്നാണ് കാളിദാസ് എന്നോട് പറയാറുള്ളത്. ഞാനത് ലീക്ക് ചെയ്യുന്നില്ല. എന്റെ അമ്മ കവിതയൊക്കെ എഴുതാറുണ്ട്, പക്ഷെ അങ്ങനെ പ്രൊഫഷണലി എന്റെ കുടുംബത്തിൽ അങ്ങനെ ആരും ഇതിന്റെ പുറകെ ഇതിനു മുമ്പ് പോയിട്ടില്ല. അങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ബന്ധമുള്ള ഡയറക്ട് ആക്ടേഴ്സ് ഉള്ള ആരും എന്റെ ഫാമിലിയിൽ ഇല്ല. എന്റെയും അതുപോലെ, എനിക്കും അങ്ങനെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലി അല്ല. നമ്മള് രണ്ടുപേരും അപ്പൊ അതാണ് കുറെ രീതിയിൽ നമ്മള് സിമിലർ ആണ്. അന്ന് അന്തക്കാലത്ത് ചെന്നൈയിലേക്ക് വണ്ടി കയറി അവിടെ വാതിലുകളൊക്കെ മുട്ടിക്കൊണ്ട് നിന്നിരുന്ന രണ്ടുപേരാണ് ഞങ്ങള്. ഞാൻ ചെന്നൈയിലോട്ട് വന്നത് എന്തിനാ, വിദ്യാസാഗർ സാറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വന്ന ആളാ. അങ്ങനെ കോളേജിലിരിക്കും പെട്ടെന്ന് ഒരാൾ വിദ്യാസാഗർ ഫാനാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയാണ് ഞങ്ങള് കണക്ഷൻ. അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ ലിറിക്സ് ഒക്കെ എഴുതും, പറഞ്ഞു ഞാൻ കമ്പോസ് ഒക്കെ ചെയ്യും. ഓ എന്നാ പിന്നെ പറഞ്ഞ ഇപ്പൊ തന്നെ ആയാലോ. അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നത്. ഞങ്ങൾ എല്ലാ ദിവസവും കോളേജ് കഴിഞ്ഞ് വീട്ടിൽ പോയി ഒരു പാട്ടുണ്ടാക്കും. പണ്ടൊക്കെ സിനിമയിൽ നമ്മള് ടിവിയില് ഡബ്ഡ് മൂവീസ് വരുന്ന സമയത്ത് പാട്ടൊക്കെ ഡബ് ചെയ്തിട്ട് നമ്മൾ സ്കിപ്പ് അടിച്ച് എങ്ങനെയെങ്കിലും സ്കിപ്പ് അടിച്ച് പോണേന്ന് പ്രാർത്ഥിച്ചിരുന്ന സെയിം ആൾക്കാര് ഡബ്ഡ് ആയിട്ടുള്ള സീതാരാമത്തിലെ പാട്ട് അത്രയ്ക്കും ഹിറ്റായിരുന്നു. നീലക്കണ്ണിൽ മൊത്തം എത്രയും തമിഴിൽ എഴുതാൻ പറ്റും. നമ്മളൊരു മെലഡിയില് ന്യൂട്രോൺ ഇലക്ട്രോൺ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മള് റോക്കറ്റ് കയറ്റി വിടും, ആകാശത്തായിരിക്കും കുറച്ച് എയറിലായിരിക്കും കുറച്ച് കാലത്തേക്ക്. നല്ല പാട്ടുകൾ എന്ന് പറഞ്ഞ മെലഡീസ് മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ. അതല്ലെങ്കിൽ അവാർഡ് വിന്നിംഗ് എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ഫാസ്റ്റ് നമ്പറിന് അത്ര അവാർഡ്സ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് റെവല്യൂഷണറി ഡിസിഷൻസ് ആയിട്ടൊക്കെ തന്നെ പറയാറുള്ളൂ. അതൊരു നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. എൻ്റെ അടുത്ത് ആൾക്കാർ പറയുന്നതാണ്, നിങ്ങൾ ഇലുമിനാറ്റിയും ആവേശവും രോമാഞ്ചൊക്കെ എഴുതുമെങ്കിലും നിങ്ങൾ ആരാധിക്കുക എഴുതുന്ന ഒരാളാണ്, അടിപൊളി. അങ്ങനൊന്നും ഞാൻ കോംപ്ലിമെന്റ് ആയിട്ട് സ്വീകരിക്കാറ് പോലും ഇല്ല. പുറത്ത് കാണുന്ന പുഞ്ചിരികളുടെ പുറകിൽ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒറ്റയ്ക്കാവുമ്പോൾ കേൾക്കാനൊരു പാട്ട് അല്ലെങ്കിൽ അതൊരു കൈ മറ്റേ ഒരു താങ്ങാവുന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ ആരുടെയും ലൈഫൊക്കെ ടച്ച് ചെയ്യല്ലേ. ഒരു ഫ്രണ്ടായി മാറും ഒരു പാട്ട് ചില സമയത്ത് ഒരാൾക്ക്. നമ്മൾ 4 മിനിറ്റത്തേക്കും നമ്മൾ അവരുടെ ഫ്രണ്ടാ, എനിക്കറിയാത്ത ഒരാളുടെ ഫ്രണ്ടായി ഞാൻ മാറുക. നമ്മളൊക്കെ ഏതെങ്കിലും കാലത്ത് എവിടെയെങ്കിലൊക്കെ തട്ടിപ്പോവുക എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ. അപ്പോഴും ഈ പാട്ട് അവിടെ ഉണ്ടാവുമല്ലോ. ഹായ്, വെൽക്കം ടു സ്റ്റാർ പഞ്ച്. ഇന്ന് നമ്മളോടൊപ്പം സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ എന്ന വെബ് സീരീസിന്റെ ഒറിജിനൽ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ റൈറ്റർ ആയിട്ടുള്ള വിനായക് ശശികുമാറും മ്യൂസിക് കമ്പോസർ ആയിട്ടുള്ള നമ്മുടെ വിഷ്ണു ശ്യാമു ആണുള്ളത്. ഹായ്, വെൽക്കം. താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് ഐ സ്റ്റാർട്ട് ബൈ ആസ്കിങ്, എങ്ങനെയുണ്ട് റെസ്പോൺസ്, എങ്ങനെയുണ്ട് റോസ്ലിന്റെ? നല്ല റെസ്പോൺസ് ആണ്. ഓക്കെ, ആൾക്കാര് വന്നിങ്ങോട്ട് പറയാൻ തുടങ്ങിയോ, ഓ അടിപൊളി മൂവിയാണ്, ആ ത്രില്ലർ മൂവിനെ പറ്റിയിട്ട് എല്ലാവരുടെയും? ഞങ്ങൾ ത്രില്ലറിനൊന്നും ബ്രാൻഡ് ചെയ്തിരുന്നില്ല. ഞങ്ങളൊരു മിസ്റ്ററി സൈക്കോളജിക്കൽ ഡ്രാമ എന്നാണ് ഈ സീരീസ് ബ്രാൻഡ് ചെയ്തത്. പക്ഷേ അത് ആൾക്കാർ അങ്ങനെ, എനിക്കൊന്ന് ജിത്തു ജോസഫ് എന്നുള്ള പേര് കാണുമ്പോൾ ത്രില്ലറാണ് എന്നുള്ളത് ബൈ ഡെഫിനേഷൻ എല്ലാവരും എനിക്ക് ദൃശ്യം 2-ന് ശേഷം എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്നുള്ള മൂടായി. നമ്മളൊരു സ്ലോ ബേൺ മിസ്റ്ററി പരിപാടി, മെല്ലപ്പോക്ക് പരിപാടിയാണല്ലോ. മെല്ലപ്പോക്ക് ആണെങ്കിലും അതിന്റെ ഒരു പേ ഓഫ് അവസാനം ഉണ്ട്. ആ സമയത്ത് ചെറുതായിട്ട് ത്രില്ലടിക്കാം എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം ആ ഒരു കുഞ്ഞു കുഞ്ഞ് ക്യാരക്ടേഴ്സും കുഞ്ഞു കുഞ്ഞ് ഇൻസിഡൻസും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു മിസ്റ്റീരിയസ് എലമെന്റ് ത്രൂ ഔട്ട് ഉണ്ട്. ഞാൻ നല്ലപോലെ ഞെട്ടിയായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. മ്യൂസിക് അതിന് നല്ലപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഒന്നാമത് അങ്ങനെ കാണാത്ത ഒരാൾ കൂടിയാണ് ത്രില്ലറും അല്ലെങ്കിൽ ഒരു സൈക്കോളജി അങ്ങനത്തെ സംഭവങ്ങൾ. രാത്രിയാണോ കണ്ടേ? അതെ, രാത്രി കാണുന്നത് അടിപൊളിയാണ്. നല്ലൊരു ഇതായിരുന്നു ആ തുടക്കം മുതലേ അങ്ങോട്ട്. പിന്നെ ഐ സ്റ്റാർട്ട് വിത്ത് വിനായക്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികളുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിറിസിസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫസ്റ്റ് സ്ക്രീൻ പ്ലേ ചെയ്യുന്നു, ഒരു മൂവിയിൽ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്തുകൊണ്ടാണ് ഈ ഒരു ജോണർ തന്നെ സെലക്ട് ചെയ്തത്? അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാ ജോണറും ഇഷ്ടമാണ്. പാട്ട് എഴുതുമ്പോഴും ഞാൻ അങ്ങനെ ഒരു ജോണറിലൊന്നും കുടുങ്ങൂല. മെലഡി എഴുതും, അതുപോലെ ഫൺ എഴുതും, എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. അതുപോലെ എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് ഇനി നെക്സ്റ്റ് സ്റ്റേജ് തുടങ്ങുമ്പോഴും ഒരു ജോണറിൽ കുടുങ്ങരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു ജോണറിൽ തുടങ്ങാം എന്നുള്ളൊരു മൂഡാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള സുമേഷ് സന്തകുമാർ, ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്, അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ എനിക്കും അവനും ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയിട്ട് തോന്നുന്ന ഒരേ ടേസ്റ്റാണ് ഞങ്ങളുടെ ഈ മിസ്റ്ററി വരുമ്പോൾ. ബാക്കി എല്ലാത്തിലും ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് ടേസ്റ്റാണ്. റൊമാൻറ്റിക് സിനിമ എടുത്താലും ജീവിതത്തിൽ മൊത്തം ഐഡിയോളജി തന്നെ പല മാറ്റങ്ങളുണ്ട്. പക്ഷെ മിസ്റ്ററി സിനിമ ഒന്നും ഞങ്ങൾ ഒരേ ടേസ്റ്റിലോട്ട് കയറും. അപ്പൊ അവന് വേണ്ടി ഒരു കഥ ആലോചിച്ചു, അങ്ങനെ തന്നെ ഇത് ആലോചിച്ചു കേട്ടോ. ലൈക്ക് ഫോർ ഹിം ടു ഡയറക്റ്റ് ആണ് ഞാൻ ആലോചിച്ചത്. അപ്പൊ തന്നെ മിസ്റ്ററി ആലോചിക്കാം എന്നുള്ളൊരു മൂഡിൽ ചെയ്തതാണ്. ഓക്കെ, അപ്പോ വിഷ്ണു ശ്യാം എങ്ങനെയായിരുന്നു റോസിലേക്ക് വരുന്നത്? നമ്മുടെ ചെറുതിലെ തൊട്ട് നമ്മൾ ഒന്നിച്ചാണ് സിനിമ സ്വപ്നം കണ്ട് തുടങ്ങിയത്. അപ്പോൾ നമ്മള് ചെറിയ പ്രായം തൊട്ടേയുള്ള പരിചയം, കോളേജ് ഡേയ്സ് തൊട്ടേ ഒന്നിച്ചുള്ള സൗഹൃദമാണ്. അത് ചെറുതെന്ന് പറയില്ല, നമ്മളെ കിളവന്മാരെന്ന് ചെറുതെന്ന് ഉദ്ദേശിക്കുമ്പോ 16 വയസ്സ് ആ സമയം.
അതുകൊണ്ട് ചെറുതെന്ന് പറഞ്ഞാൽ അപ്പം തൊട്ടേയുള്ള പരിചയമാണ്. അപ്പോൾ ഒന്നിച്ച് നമ്മൾ ഒത്തിരി പാട്ടുകൾ ആ സമയത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് സുമേഷ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഫ്രണ്ടാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളെ ഒന്നിച്ച് സിനിമ ഒന്നിച്ചായിരിക്കും ചെയ്യുന്നത് ഞങ്ങൾക്ക് അന്നേ അറിയാം. ഞാൻ സുമേഷിന് വേണ്ടി കഥ ആലോചിക്കുമ്പോൾ തന്നെ വിഷ്ണുവാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് അറിയാം. നമുക്കൊരു ടീമാണെന്നുള്ളത് അറിയാം. വളരെ സ്പെഷ്യലാണ് അത്. നടന്നു കിട്ടുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം അത് ഒന്നിച്ച് നടക്കും. കാരണം ഞാൻ ജിത്തു ജോസഫ് സാറിൻ്റെ അല്ലാതെ വേറൊരു ഡയറക്ടറിൻ്റെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. പിന്നെ ചെയ്തെല്ലാം ജിത്തു സാറിൻ്റെ സിനിമകളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അത് ഇവരുടെ സിനിമ ഒന്നിച്ചുള്ളതാകുമ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതെ അതെ, ജിത്തു ജോസഫ് സാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിനകത്ത് ഷോ റണ്ണർ എന്ന് പറഞ്ഞാണ് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഷോ റണ്ണർ? ഷോ റണ്ണർ എന്ന് പറഞ്ഞാൽ പുറത്ത് ഇത് സീരീസ് ജനങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യുന്ന ആൾ എന്നുള്ളതാണ് പുറത്തുള്ള അർത്ഥം. ബിഹൈൻഡ് ദ സീൻസ് ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. ഞങ്ങളുടെ ക്രിയേറ്റീവ് ഹെഡ് എന്ന് പറഞ്ഞൊരു ജോലിയാണ്. ഹോട്ട്സ്റ്റാർ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റീവ് ഹെഡ് ഈ ഷോ റണ്ണറുമായിട്ടായിരിക്കും. ഇപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ച് അതിൻ്റെ ഒരു ഫൈനൽ അപ്രൂവൽ തരുന്നതും, സ്ക്രിപ്റ്റിന് സൂപ്പർവിഷൻ തുടങ്ങി ഷൂട്ടിംഗ് സമയത്ത് സെറ്റിലേക്ക് വരിക, ഷൂട്ടിംഗ് പ്രോപ്പറായിട്ടാണോ പോകുന്നത് കാണുക, ഫുട്ടേജസ് കണ്ടിട്ട് ഇത് ഹോട്ട്സ്റ്റാറിൻ്റെ വിഷനുമായിട്ടും ഞങ്ങളുടെ വിഷനുമായിട്ടും കറക്റ്റ് സെറ്റാണോ എന്ന് ഉറപ്പുവരുത്തുക, എഡിറ്റ് കാണുക, ഇങ്ങനെ എല്ലാ സ്റ്റേജിലും ഫൈനൽ അപ്രൂവൽ തരുന്ന ഒരാൾ എന്ന രീതിക്കാണ് അതിൻ്റെ ഒരു പ്രോപ്പർ റോള്. അപ്പോൾ ഒരുപാട് സമയം ജിത്തു സാറിൻ്റെ ഡിമാൻഡ് ചെയ്യുന്നൊരു പണിയാണിത്. അപ്പോൾ അത് ഞങ്ങൾ ചോദിച്ചപ്പം ഔട്ട് ഓഫ് ലവ് ടുവേർഡ്സ് ദ സബ്ജക്ട്, മോർ ദാൻ ദാറ്റ് ഔട്ട് ഓഫ് ലവ് ടുവേർഡ്സ് സുമേഷ് സാറിൻ്റെ ഒരു കുറേ സിനിമകൾ അസോസിയേറ്റ് ആയിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ അതിലൊക്കെ കൂടി സാറ് യെസ് പറഞ്ഞാണ്. സാറിൻ്റെ കാര്യം അറിയാമല്ലോ, സാറിന് ബാക്ക് ടു ബാക്ക് പടങ്ങളുള്ള ആളാണ്. അപ്പോൾ അതിൽ തന്നെ സാറിന് നടക്കുന്ന പടങ്ങൾ ഇത്രയും നമ്മൾ കാണുന്നുണ്ട്. നടക്കാൻ പോകുന്ന കുറെ പടങ്ങളുടെ ചർച്ചകൾ എപ്പോഴും അവിടെ പോയാൽ നമ്മൾ കേൾക്കാറുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഞങ്ങളുടെ കൂടെ എടുത്ത് സാറ് റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അതൊരു വലിയ കാര്യമായിരുന്നു. ഞങ്ങളുടെ ഹോട്ട്സ്റ്റാറിൻ്റെ അടുത്ത് ഞങ്ങൾ പിച്ച് ചെയ്യാൻ പോകുമ്പോഴും ജിത്തു ജോസഫാണ് ഞങ്ങളുടെ ഷോ റണ്ണർ എന്ന് പറയുമ്പോഴാണ് അടിപൊളി എന്നുള്ളൊരു പരിപാടി അവർക്കും കിട്ടുന്നത്. അതിന്റെ പേര് ഷോ റണ്ണർ എന്നാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോഡ് ഫാദർ ഫിഗറാണ്. കാരണം സുമേഷിന്റെ ഗുരുവാണ്. അപ്പോൾ വിനായകൻ്റെ അടുത്ത് നമ്മൾ ആക്ച്വലി ജിത്തു സാറിൻ്റെ അടുത്ത് ഞാൻ എത്തിപ്പെടുന്നതും വിനായക് തമ്മിലുള്ളൊരു ജിത്തു സാറിനെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ജിത്തു സാറിനെ പരിചയപ്പെടുന്നത് സുമേഷ് ത്രൂ ആണ്. എന്നിട്ട് ഞാൻ ജിത്തു സാറിനെ പരിചയപ്പെടുത്തിയ ആളാണ് വിഷ്ണു. അപ്പോൾ ഇത് റാം എന്നുള്ള സിനിമ സംഭവിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ സുമേഷിനെ മീറ്റ് ചെയ്യുന്നത് വേറൊരു സ്ഥലത്താണ്. സുമേഷ് ഐ തിങ്ക് ഇസ് ദ ഓൺലി പേഴ്സൺ ജിത്തു ജോസഫിൻ്റെയും അൻവർ റഷീദിൻ്റെയും കൂടെ വർക്ക് ചെയ്ത ഡയറക്ടർ എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ കേരളത്തിൽ സുമേഷ് അന്തോമാർ. അപ്പം അൻവർ റഷീദിന്റെ ട്രാൻസ് എന്നുള്ള ഫിലിമിൽ സുമേഷ് ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചാണ് ഞാൻ അവനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ജിത്തു സാറിൻ്റെയും കുറേ സിനിമകളിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്കൊന്ന് പരിചയപ്പെടുത്തരൂ, എനിക്ക് ദൃശ്യം ഭയങ്കര ഇഷ്ടമാണ്, ദൃശ്യത്തിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് ബൈബിൾ അവരെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കൊണ്ടുപോയി സാറിനെ പരിചയപ്പെടുത്തി. അങ്ങനെ ജിത്തു സാറും ഞാനും കുറേ നേരം 2-3 മണിക്കൂർ സംസാരിച്ചു. അപ്പോഴാണ് റാം എന്നൊരു സിനിമയുണ്ട്, അപ്പോൾ മ്യൂസിക് ഡയറക്ടർ ഒരാളെ വേണം, അപ്പോൾ ആ പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു എന്നോട്. ഫുൾ കമ്മിറ്റ്മെൻറ്റ്, വേറെ പടങ്ങളൊക്കെ ഒരുപാട് പടങ്ങളൊക്കെ ചെയ്യുന്ന കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അങ്ങനെയല്ല, ഇതിന് പ്രോപ്പറായിട്ട് മ്യൂസിക്കൽ പടമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സാധാരണ പടം ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ, ഇതിന് അങ്ങനെ പറ്റില്ല. എനിക്ക് ഷൂട്ടിന് പോകുന്നതിന് മുമ്പേ കുറേ തീംസ് ചെയ്ത് അത് പ്ലേ ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം സാറ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയുന്നൊരു കിടലൻ മനുഷ്യനുണ്ട്. അപ്പോൾ വിദ്യാസാഗർ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് കുറേ കാലമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഏത് ജോണർ കൊടുത്താലും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഇവനെ കണക്ട് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഇവര് തമ്മിൽ സെറ്റായി ഇപ്പൊ കുറെ പടമായി. അല്ല, ഞാൻ ആദ്യം ചോദിക്കാൻ വരുന്നത് എങ്ങനെയാണ് ജിത്തു സാറിന്റെ അടുത്ത് വിഷ്ണു എങ്ങനെ എത്തിപ്പെട്ടെന്ന് ഞാൻ ചോദിക്കാൻ വരുന്നത്. ഇപ്പൊ ചോദിക്കേണ്ടി വന്നില്ല, ആൻസർ കിട്ടി. അതെ, അതാ പറഞ്ഞു. നമ്മുടെ ഇപ്പൊ ഈ ഷോ റണ്ണർ എന്ന് ചോദിച്ചതിന് അതിനകത്ത് എല്ലാം ഉണ്ട്, ഈ ആൻസറിലെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ജിത്തു സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ഞാനിപ്പോ നോക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, റിസർച്ച് ചെയ്ത സമയത്ത് കാണുന്നത് ഗോ ടു മ്യൂസിക് ഡയറക്ടർ ഓഫ് ജിത്തു സർ എന്നാണ് കണ്ടിട്ടുള്ളത്. അതെങ്ങനെയാണോ? അതെ, കാരണം കറണ്ട്ലി ബാക്ക് ടു ബാക്ക് നമ്മൾ ഒന്നിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളൊരു ഫാമിലി ഇതിലാണ് അവിടെ. കാരണം ഞാൻ റാമിലാണ് തുടങ്ങിയത്. അൺഫോർച്യുനേറ്റ്ലി അത് ഡിലേ ആയി. പക്ഷേ കൂമൻ തൊട്ട് ഇപ്പോൾ 5ഓളം സിനിമകളായി. അപ്പോൾ ഞാൻ അവിടെ സാറിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് സാറിൻ്റെ വീടിനടുത്ത്. അപ്പോൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗോ ടു തന്നെയാണ് ആക്ച്വലി. കാരണം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും വർക്കിംഗ് ഫ്ലോ ആണെങ്കിലും ഇപ്പം നമുക്ക് അറിയാം സാറിന് എന്താണ് വേണ്ടതെന്നും സാറിനും അത് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എളുപ്പമാണ് ഇപ്പോൾ ഒത്തിരി. സാറിന്റെ വർക്ക് സ്പേസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സാറിന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഈ പറഞ്ഞ
നെക്സ്റ്റ് ബിൽഡിംഗ് ആണ് ഈ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു റൂം എപ്പോഴും എഡിറ്റർ, വിനായക് എന്നാണ് എഡിറ്ററിന്റെ പേര്, വിനായക് ഇരുന്ന് ഒരു റൂമിൽ എഡിറ്റ് ചെയ്യുന്നുണ്ടാവും, അടുത്ത റൂമിലേക്ക് പോയി വിഷ്ണു ഇരുന്ന് അവിടെ മ്യൂസിക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട്, ടെക്നീഷ്യൻസ് മുഴുവനുണ്ട്. അപ്പൊ ഇവർ തമ്മിൽ ഇപ്പൊ എഡിറ്ററിന്റെയും മ്യൂസിക് ഡയറക്ടറിന്റെയും കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പൊ ഇവൻ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് പറഞ്ഞാൽ വിനായക് ഒരെണ്ണം ചെയ്ത് വിഷ്ണു അയക്കുന്ന കാണാം, ഇവൻ തിരിച്ച് അവന് ഒരു മ്യൂസിക് ചെയ്ത് കേൾപ്പിക്കുന്നതാണ്. അപ്പൊ ഇത് അങ്ങനെ നടക്കുന്നത് നമുക്കവിടെ വിറ്റ്നസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞോട്ടെ, ഒരു കോട്ട് കേട്ടിട്ടുണ്ട്, ആർട്ടിസ്റ്റ് ആർ ലിറിസിസ്റ്റ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് ആർ നോട്ട് ബോൺ, ദേ ആർ മെയ്ഡ് എന്നുള്ളത്. അത് വിനായക് ശശികുമാറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇസ് ദ ട്രൂ? എന്താണ് സംഭവത്തിന്റെ അർത്ഥം? അതായത് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ജനിച്ചു വീഴുമ്പോഴേ ഒരാൾ അല്ലെങ്കിൽ ഒരു റൈറ്റർ ആവില്ല, ബട്ട് അത് എഴുതി എഴുതി എഴുതിയാണ് ആവുന്നത് എന്ന് പറയുന്നത്. അത് അങ്ങനെയാണോ? എനിക്കറിയില്ല അങ്ങനെയാണോ എന്ന്. എഴുതി 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 ബെറ്റർ ആവാം, പക്ഷെ എനിക്ക് തോന്നുന്നു ജനിക്കുമ്പോഴേ നമുക്കുള്ള കുറെ ടേസ്റ്റുകൾ വേണം. ജന്മവാസനയിൽ കുറച്ച് ഒരു പാർട്ട് ഓഫ് ഇറ്റ്. ടാലന്റ് ഇസ് ബോൺ, അത് പറയാം. ടാലന്റ് എന്തായാലും ടാലന്റ് ആണോ ടേസ്റ്റ് ആണോ എന്ന് എനിക്ക് പറയാൻ അറിയില്ല. ടേസ്റ്റ് എന്തായാലും വളരെ പേഴ്സണൽ അല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് ഞങ്ങളുടെ ഒരു വിദ്യാസാഗർ ഫാൻസാ, അങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്. അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും അടുക്കുന്നതും. അപ്പൊ ഇപ്പൊ വേറൊരു ടേസ്റ്റ് ഉള്ള ഒരു മ്യൂസീഷ്യൻ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് പോലും ആവില്ല. അപ്പൊ നമ്മുടെ ലൈഫിനെ തന്നെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ടേസ്റ്റ് ആണല്ലോ ബേസിക്കലി. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ലിറിസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ബേസിക് ഇൻസ്പിറേഷൻസ് ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്പുറമാണ്. അത് കേട്ട് 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 ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പം അതല്ലാത്ത ടേസ്റ്റുള്ള ലിറിസിസ്റ്റുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവരുടെ വർക്കിനെ അത് ബാധിക്കും. അപ്പം എനിക്ക് തോന്നുന്നു കുറേയൊക്കെ അത് ഇൻബിൽട്ട് ഉണ്ട് നമ്മുടെ DNA. അങ്ങനെ പറയാൻ അറിയില്ല. എന്റെ അമ്മ കവിതയൊക്കെ എഴുതാറുണ്ട്, പക്ഷെ അങ്ങനെ പ്രൊഫഷണലി എന്റെ കുടുംബത്തിൽ അങ്ങനെ ആരും ഇതിന്റെ പുറകെ ഇതിനു മുമ്പ് പോയിട്ടില്ല. അങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ബന്ധമുള്ള ഡയറക്റ്റ് ആക്സസ് ഉള്ള ആരും എന്റെ ഫാമിലിയിൽ ഇല്ല. എന്റെ അതുപോലെ എനിക്കും അങ്ങനെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലി അല്ല. നമ്മള് രണ്ടുപേരും അപ്പൊ അതാണ് രണ്ടുപേരും അന്ന് അന്തക്കാലത്ത് ചെന്നൈയിലേക്ക് വണ്ടി കയറി അവിടെ വാതിലുകളൊക്കെ മുട്ടിക്കൊണ്ട് നിന്നിരുന്ന രണ്ടുപേരാണ് ഞങ്ങള്. അല്ല, അത് കഴിഞ്ഞ് മുട്ടി നേരത്തെ ഒരു ആൽബം ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു മ്യൂസിക്കൽ ആൽബം ഇറക്കിയിട്ടുണ്ടായിരുന്നു. വമ്പൻ ഹിറ്റ് ആയിരുന്നു അന്ന സമയത്ത്. വെള്ളയിൽ പോകുന്നത് കുറച്ചു നേരം മുമ്പ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയായിരുന്നു ആ ഒരു ആൽബത്തിലേക്കുള്ള ജേർണി? എനിക്കറിയാം ഇപ്പം നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന പകുതി എന്താണ് യങ്സ്റ്റേഴ്സ് കാറ്റഗറി വരുന്ന ആൾക്കാര് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തൊരു പാട്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയായിരുന്നു? അതിന്റെ രസം എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ ആ പാട്ട് സിംഗിൾ ആയിട്ട് ഇറക്കിയിട്ടും ഇല്ല, പാട്ടായിട്ട് ഇറക്കിയിട്ടില്ല. അതാ നമ്മൾ ചെയ്ത ഷോർട്ട് ഫിലിമിനകത്തുള്ള. അപ്പൊ ആ സോങ് അതിനകത്ത് കേട്ടിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വന്നതായിരുന്നു ആ സമയത്ത്. അല്ല, നിങ്ങൾ ചോദിച്ച പോലെ അത് നമ്മൾ ആദ്യത്തെ വർക്കിന്ന് ഒന്നിച്ചേ ഉള്ളൂ. പക്ഷെ അതിനും കുറെ മുന്നേ നമ്മൾ ഒത്തിരി പാട്ടുകൾ ചെയ്യുന്നു. അപ്പൊ നമുക്കത് നമ്മൾ പുറം ലോകം കാണുന്ന ഒരു ആദ്യത്തെ വർക്കാണ് എന്ന് മാത്രം. കാരണം നമ്മൾ കോളേജ് പഠിക്കുന്ന സമയം തൊട്ടേ നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന ദിവസം തന്നെ നമ്മൾ ആക്ച്വലി ഒരു പാട്ട് ഉണ്ടാക്കിയാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന ദിവസം. അതെന്തായിരുന്നു ആ സ്റ്റോറി? എങ്ങനെയാ എവിടെ വെച്ച്? അത് ഞാൻ പറയട്ടെ? ഞാൻ പറയാം. ഞങ്ങൾ കോളേജിൽ മീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവൻ ഇവൻ മറ്റേ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്, ഞാൻ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഈ ലാംഗ്വേജ് ക്ലാസ്സുകൾക്ക് കോമൺ ആയിട്ട് ഇരുത്തും. അപ്പൊ ഫ്രഞ്ച്, ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ. അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക, ലാസ്റ്റ് പീരീഡാ. അപ്പൊ ഒരു ബെഞ്ചിന്റെ അപ്പുറത്ത് ഇവൻ ഇരിക്കുന്നു, ഇങ്ങേ അറ്റത്ത് ഞാൻ ഇരിക്കുന്ന, അടുത്ത് വേറെ പിള്ളേരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിച്ച് പരിചയപ്പെടുന്ന കൂട്ടത്തിൽ ഇവ വിദ്യാസാഗർ ഫാൻ എന്ന് പറഞ്ഞത്, വിദ്യാസാഗർ ഫാൻ ഞാനും. അങ്ങനെയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഭയങ്കര അത്ഭുതമല്ലേ? കാരണം നമ്മൾ ആ സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ പോയല്ലോ, ആ സമയത്ത് നമുക്കിങ്ങനെ ഇത് ആരാ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ചു പോകുന്നതൊക്കെ കുറവായിരുന്നു. അപ്പോ ഞാൻ ചെന്നൈയിൽ വന്നിട്ട് വിദ്യാസാഗർ ഫാൻ, കാരണം ഞാൻ ചെന്നൈയിലോട്ട് വന്നത് എന്തിനാ, വിദ്യാസാഗർ സാറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വന്ന ആളാ. അങ്ങനെ കോളേജിലിരിക്കും പെട്ടെന്ന് ഒരാൾ വിദ്യാസാഗർ ഫാനാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയാണ് ഞങ്ങൾ കണക്ഷൻ. അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ ലിറിക്സ് ഒക്കെ എഴുതും, പറഞ്ഞു ഞാൻ കമ്പോസ് ഒക്കെ ചെയ്യും. ഓ എന്നാ പിന്നെ പറഞ്ഞ ഇപ്പൊ തന്നെ ആയാലോ മൂട്. അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക, അത്രമാത്രം പിള്ളേരും ക്ലാസ്സിലുണ്ട്. അപ്പൊ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ കുറച്ച് ലൈൻസ് എഴുതുന്നു ഒരു ബുക്കിൽ, എന്നിട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നു. ആൾക്കാരുണ്ട്, എന്താ അവന് പാസ് ചെയ്തേ, ഇങ്ങനെ പാസ് ചെയ്ത് ലിറിക്സ് പാസ്സാകുന്നു. അപ്പം ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇവനിത് കമ്പോസ് ചെയ്യുക. അങ്ങനെ ആ പീരീഡ് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞു. ഞങ്ങൾ ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പൊ വൈകിട്ട് ഒരു 6:30 മണി അവൻ പാടി കേൾപ്പിച്ച് കമ്പോസ് ചെയ്ത് സ്റ്റാൻസ. അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നത്. ഇത് മറ്റേ നമ്മള് ലഞ്ച് ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കേട്ടിട്ടുണ്ട് കോളേജില്. പക്ഷെ ലിറിക്സ് മാറ്റി അവിടെ വെച്ച് കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവനോട് പറഞ്ഞ എന്റെ വീട് ഇവിടെ അടുത്താണ്, എന്റെ കീബോർഡ് ഉണ്ട്, വീട്ടില് കീബോർഡ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഇപ്പൊ തന്നെ അത് തീർത്താലോ എന്നിട്ട് നമ്മൾ ഒന്നിച്ച് നടന്ന് പോയി. അപ്പൊ അതിന്റെ കോമഡി എന്ന് പറഞ്ഞാൽ വിദ്യാസാഗർ സാറിന്റെ വീട് എന്റെ വീടിന്റെ 2 സ്ട്രീറ്റ് അപ്പുറത്താ. അതെനിക്ക് അറിയില്ലായിരുന്നു ഇവന്റെ വീടിന്റെ അടുത്താന്നുള്ളത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ വിദ്യാസാഗർ പോകുന്ന വഴിയിൽ ഇതാണ് നീ തേടി വന്ന ആളുടെ വീട്.
എന്നിട്ട് അങ്ങനെ എന്നാലും എന്നാ ഒരു കോയിൻസിഡൻസ് അല്ലേ? ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു. അന്ന് തന്നെ എന്നിട്ട് നമ്മൾ ബാക്കി പാട്ട് പല്ലവി ഒക്കെ ചെയ്ത് കമ്പോസ് ചെയ്ത് തീർത്തു. ഒരു പാട്ടങ്ങ് തീർത്തു. അത് പിന്നെ ഞങ്ങൾക്ക് ശീലമായി. ഞങ്ങൾ എല്ലാ ദിവസം കോളേജ് കഴിഞ്ഞ് വീട്ടിൽ പോയി ഒരു പാട്ടുണ്ടാക്കും. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയാണ് ഞാൻ ശരിക്കും ലിറിക്ക് വേറൊരാളുടെ മ്യൂസിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ട്യൂൺ ഇട്ടിട്ട് ലിറിക്ക് എഴുതാന്നുള്ള സാധനം സിനിമയിലൊന്നും അന്നും ഇല്ല. ഞങ്ങള് ഇത് എനിക്ക് ട്രെയിൻ കിട്ടിയത് ഇവന്റെ ട്യൂൺസ് എഴുതിയാണ്. ഇനവേ ഇവനും ട്രെയിനിങ് കിട്ടി ലിറിക്സ് ട്യൂൺ ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ ഓക്കെ പരിപാടി കൊള്ളാം, നമുക്ക് സിനിമയെ ട്രൈ ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിട്ട് ഞാൻ സിനിമയിൽ ചാൻസ് വയ്ക്കാൻ തുടങ്ങുന്നതും 2012 എൻ്റെ ഫസ്റ്റ് ഫിലിം കുട്ടിയും കോലും, പിന്നെ നീലാകാശം പച്ചക്കടൽ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അങ്ങ് കയറി, ഞാൻ അവിടെ എൻ്ററായി. പിന്നെയും കുറച്ച് വർഷം വിദ്യാസാഗർ സാറിന്റെ കൂടെ ഞാൻ ആ ടൈം പീരീഡ് ഒരു 8 വർഷത്തോളം വിദ്യാസാഗർ സാറിന്റെ അവിടെ ഗുരുകുല വിദ്യാഭ്യാസമായിട്ട് ആയിരുന്നു അവിടെ കയറി. അപ്പോൾ അതിനുശേഷം ഇവനടാ ഞാനിങ്ങനെ ഒരു ഡയറക്ടറിൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നതാണ് ഈ ഹായ് ഹലോ കാതൽ. അല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാസാഗർ സാറാണ് നിങ്ങളുടെ എല്ലാവരുടെയും ആ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം. ഇത് നമ്മൾ അധികം കേൾക്കാത്ത ഒരു കാര്യമായിരുന്നു. ലിറിക്സിനെ പറ്റി പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, മലയാളത്തില് ഇപ്പോ വിനായക് ശശികുമാറിന്റെ ഒരു മെയിൻ പരിപാടി അല്ലെങ്കിൽ ഒരു മെയിൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേഴ്സിറ്റാലിറ്റിയാണ്. വളരെ സോൾഫുൾ ആയിട്ടുള്ള ആരാധികയെ പോലുള്ള പാട്ടുകൾ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ നമ്മുടെ പൈങ്കിളിയിലെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് എക്സ്ട്രീം. എങ്ങനെയാണ് അല്ലെങ്കിൽ ആവേശം എങ്ങനെയാണ് ഈ എക്സ്ട്രീംസ് എങ്ങനെയാ മാച്ച് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, എനിക്ക് ബേസിക്കലി ഒരേ സാധനം കുറച്ച് ചെയ്തോണ്ടിരുന്ന ബോറടിക്കും. അപ്പോൾ 2-3 മെലഡീസ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇനി കുറച്ച് മെലഡി വേണ്ട എന്നൊക്കെ പറഞ്ഞ് വേറെ ഫൺ പാട്ട് പിടിക്കും. പിന്നെ അത് ബോറടിക്കാൻ തുടങ്ങിയാൽ വീണ്ടും അങ്ങനെ ഞാൻ മിക്സ് ചെയ്ത് പിടിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ബ്രാക്കറ്റഡ് ആയി പോകും. അതൊന്ന്. പിന്നീട് ഞാൻ പിന്നെ ആലോചിക്കുമ്പോൾ ഇത് ഞാനൊന്നും ചെയ്യുന്ന എൻ്റെ കാര്യമൊന്നും അല്ല. ഇതിപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി എടുത്തു കഴിഞ്ഞാൽ, കൈതപ്പുറം എടുത്തു കഴിഞ്ഞാലൊക്കെ ഇവരുടെ സാധനം കേട്ടിട്ട് വളരുന്നു എന്നുള്ളതുകൊണ്ട് ഗിരീഷ് പുത്തഞ്ചേരി അവിടെ സൂര്യകിരീടം എഴുതും, അതുപോലെ പറക്കും തലയിലെ പാട്ട് എഴുതുന്നുണ്ട്, മറ്റേ വടികട്ടാര വെടിപ്പടകം അത് അവർ ചെയ്തിട്ടുണ്ട്. കൈതപ്പുറം തിരുമേനി അവിടെ ഇതിന്റെ ഉസ്താദാണ്. ലജ്ജാവതി എഴുതും ഒരു സൈഡിൽ, അപ്പുറത്ത് വളരെ സോൾഫുൾ ആയിട്ടുള്ള എത്രയോ മെലഡീസ് എഴുതുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടു വളർന്നതല്ലേ. അപ്പോൾ ആർട്ടിസ്റ്റ് ക്യാൻ ഡു മെനി തിങ്സ്. ഇപ്പൊ ഇവന്റെ കാര്യം എടുത്താൽ കൂമൻ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്കോർ ചെയ്തിട്ട് നേരെ പോയിട്ട് ഇമോഷണൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അത്. എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റ് ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ ഒരെണ്ണം ഹിറ്റ് അടിക്കുമ്പോൾ അത് ആക്ച്വലി നമ്മള് പ്രേക്ഷകരാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു ജനറലൈസ് ചെയ്യുന്നത്. ആക്ച്വലി ഇപ്പൊ ഈ പറഞ്ഞ ലെജൻസിന് എടുത്തു പോയി കഴിഞ്ഞാലും എന്തിന് വിദ്യാസാഗർ സാറിന് നമ്മളെ മെലഡി കിങ് എന്നല്ലേ പറയുന്നത് വിദ്യാസാഗർ. അപ്പടിപ്പോട് മെലഡി അങ്ങനത്തെ പാട്ടുകൾ എന്തോരം പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പല്ലാനദി ഇതുപോലെ നമ്മുടെ അത്രയും നമ്മളെ ഡാൻസ് സോങ്സും ഒത്തിരി പാട്ടുകളുണ്ട്, ഒപ്പമുത്തും എല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗിരീഷ് പുത്തഞ്ചേരി സാറിനെ പറഞ്ഞു, കൈതപ്പുറം സാറിനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോഴും മേ ബി അയാളെ എക്സൽ ചെയ്ത് ഏതെങ്കിലും സാധനം ഭയങ്കരമായിട്ട് ഹിറ്റാകുമ്പോൾ അങ്ങനെ ആ ഒരു പേര് വീഴുന്നതാണ്. ബ്രാക്കറ്റ് ചെയ്യും. അതിന്റെ ഏറ്റവും പോപ്പുലർ ഇപ്പോഴത്തെ എക്സാമ്പിൾ ജിത്തു സാറാണ്. സാറിന് ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിലിംസ് എടുക്കണം. ഇപ്പോഴും മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമ പറയുമ്പോൾ അത് ജിത്തു ജോസഫ് ആയിരുന്നു അല്ലേ എന്ന് ആലോചിക്കുന്നില്ല. മനസ്സിലായി? എല്ലാവരും ഇപ്പൊ നുണക്കുഴി ചെയ്തിടയിൽ മൈ ബോസ്, മമ്മി ആൻഡ് മീ, അങ്ങനെ കുറെ സിനിമകൾ വേറെ ഉണ്ട്. പക്ഷെ എപ്പോഴും പറയുമ്പോൾ ത്രില്ലർ അതെ കേട്ടോ. അതെന്താന്നറിയില്ല, നമ്മള് ടൈപ്പ് കാസ്റ്റിംഗ് എന്നൊക്കെ അതിന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ സാർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്നത് ദൃശ്യത്തിന്റെ ആ ഒരു പാറ്റേണിലുള്ള പടങ്ങൾ, അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ഇടയ്ക്കൊക്കെ സാർ ചെയ്യാതിരിക്കില്ലല്ലോ, സാറിന് ഇഷ്ടം. പക്ഷെ അത് മാത്രം എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ ഒരു ബാഗേജ് എപ്പോഴും ആ മേക്കേഴ്സിന് ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അടുത്തൊക്കെ ജിത്തു സാർ എന്ന് പറയുന്നത് സാറിന്റെ ഒരു ഡ്രീം പ്രൊജക്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മാറ്റിയെടുത്ത് ഒരിക്കൽ പറഞ്ഞത് 9 പാട്ടുകളുള്ളൊരു മ്യൂസിക്കൽ പടം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ആർട്ടിസ്റ്റ് ഡ്രീം ചെയ്യുന്നത്. ഞങ്ങൾ ഞെട്ടിപ്പോയി. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് 9 പാട്ടുള്ള സിനിമ, അത് ലിപ്പ് ചെയ്ത് പാടുന്ന പാട്ടുകൾ, ക്യാരക്ടേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലിപ്പ് ചെയ്ത് പാടുന്ന പാട്ടുകളുള്ള ഒരു മ്യൂസിക്കൽ പടം ചെയ്യണം എന്നാണ് സാറിന്റെ ഒരു ഡ്രീം. അതൊരു ഡ്രീം പ്രൊജക്റ്റ് ആണ്, നമുക്ക് ചെയ്യണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരാളാണ്. പക്ഷെ ഈ ത്രില്ലർ എന്നുള്ള പരിപാടിയിൽ ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇൻഡസ്ട്രി അങ്ങനെ ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ ബാക്ക് ടു ബാക്ക് അതിൽ എടുത്തെടുത്ത് മുമ്പോട്ട് പോകുന്നേ ഉള്ളൂ. ചില പാട്ടുകൾ നല്ലപോലെ നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ അൽഗോരിതം പറയുന്ന പോലെ നമ്മൾ ചില റീൽസ് ഒക്കെ ഭയങ്കര പണിയെടുത്ത് ഒരാഴ്ചക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടിടും. പക്ഷെ അൽഗോരിതം അങ്ങോട്ട് അതിനെ തള്ളി മാറ്റും. ഇതേപോലെ ഏതെങ്കിലും സോങ്സ് ഉണ്ടോ വിഷ്ണു ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് കിട്ടുവാണ് എന്ന് പറഞ്ഞിട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് ചെയ്തു, പക്ഷെ ഓഡിയൻസ് ആ രീതിയിലേക്ക് സ്വീകരിക്കാതെ പോയതിട്ട് സങ്കടമുള്ള പാട്ട്? ചെയ്ത മിക്ക പാട്ടുകളൊക്കെ തന്നെയാണ്. റൂഹ എന്ന് പറഞ്ഞ നേരിലെ സോങ് ഒഴിച്ച് ബാക്കി ചെയ്തേക്കുന്ന പാട്ടുകൾ, കാരണം നമ്മൾ ചെയ്തേക്കുന്ന പാട്ടുകൾ മുഴുവൻ സിനിമേനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ സ്കോറായിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ആ സിനിമക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട്. അപ്പൊ കൂമനകത്ത് നല്ലൊരു സോങ് ഉണ്ടായിരുന്നു. കൂമന്റെ തീമായിട്ട് വരുന്ന സോങ് ഇരുൾ കണ്ണുമായി എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. അടിപൊളി അടിപൊളി അടിപ്പൻ സാധനമാണ്. എനിക്ക് അതിനകത്ത്
ഒരു സാധനല്ലേ ടൺ 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 ടൺ. കൂമുള്ള അത് സോങ് ആസിഫിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ ചെറിയൊരു സൈക്കിക് വൈബ്രേഷൻസും ഈ സാധനവും ഒരുമിച്ച് ഭയങ്കര മാച്ചാ. എനിക്ക് ഇവന്റെ ഫേവറേറ്റ് വർക്ക് അതാണ്. അപ്പൊ അങ്ങനെ കുറെ പാട്ടുകൾ നമ്മുടെ അൽഗോരിതം ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തതല്ല, സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന സ്ക്രിപ്റ്റിന് വേണ്ട പരിപാടി എന്ന രീതിക്കാണ് ഇവൻ പൊതുവെ അപ്രോച്ച് ചെയ്യാറുള്ളത്. അതാണ് എനിക്ക് ഇവനോടുള്ള ഏറ്റവും വലിയ റെസ്പെക്റ്റും. അവിടെ ഒരു പാട്ട് ചെയ്ത് ഹിറ്റ് അടിക്കാൻ പറ്റും, എളുപ്പമാണ്. പക്ഷെ അത് ചെയ്യാതെ ട്രൂ ടു ദ തീം പരിപാടി ചെയ്യും. നമ്മൾക്ക് ഫീമെയിൽ പെർസ്പെക്റ്റീവ്സിൽ കുറച്ച് സോങ്സ് ലിറിക്സ് വിനായകിന്റെ ഉണ്ടായിരുന്നു. അങ്ങനെ എഴുതുന്ന സമയത്തില്ലേ എങ്ങനെയാണ് അതിനോട് നീതി പുലർത്താൻ പറ്റുന്നത്? ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, അവരോട് ഡീപ്പ് കോൺവെർസേഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ എളുപ്പമാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ആകെ ഉള്ളൊരു സൊല്യൂഷൻ. ബിക്കോസ് ബേസിക്കലി ഇൻഡസ്ട്രിയുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഫീമെയിൽ റൈറ്റേഴ്സ് കുറവാണ്, അതാദ്യം കൂടണം. അപ്പോൾ അത് കുറവായതുകൊണ്ടാണ് മെയിൽ ആൾക്കാർക്ക് ആ പെർസ്പെക്റ്റീവിൽ എഴുതേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ പടങ്ങൾ വരുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ആൾക്കാരോട് സംസാരിക്കും. അല്ലെങ്കിൽ തന്നെ സംസാരമുണ്ട്, കൂടുതൽ ഈ സോങ് സിറ്റുവേഷൻ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെയാണോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ എഴുതിയിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവരുടെ ഒരു അപ്രൂവൽ ആദ്യം വരുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. ഇഷ്ടമാണോ അങ്ങനത്തെ സോങ്സ് എഴുതാനായിട്ട്? എനിക്ക് എന്ത് ടൈപ്പ് എഴുതാനും എനിക്ക് ഓക്കെയാണ്. എങ്ങനെ പ്രത്യേകിച്ച് പ്രിഫറൻസുകളൊന്നും ഇല്ല, ഇന്ന ടൈപ്പ് ഓഫ് സാധനം ചെയ്യണം എന്നുള്ളത്? അങ്ങനൊന്നുമില്ല, മാറി 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 ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പം റോസ്ലിൻ എന്നുള്ള സീരീസ് എഴുതുന്നത് പോലെ അതിനകത്ത് ഇപ്പം റോസ്ലിന്റെ ഫ്രണ്ടും കൂടെ സംസാരിക്കുന്ന സീനുകളുണ്ട്. അപ്പോൾ അതും എഴുതുമ്പോഴും എനിക്ക് നമുക്കെന്ന് പറഞ്ഞാൽ 17 വയസ്സായിട്ടുള്ള 2 പെൺകുട്ടികൾ, അത് ഇന്റർനാഷണൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈപ്പ് പെൺകുട്ടികൾ സംസാരിക്കുന്നത് പുറത്തുനിന്ന് കേൾക്കാൻ ശരിക്കും റിയൽ ലൈഫിൽ പോലും ക്രിഞ്ചായിരിക്കും. പക്ഷെ അങ്ങനെ ആലോചിക്കരുത്, ഇത് ഞാനല്ല, 2 ക്യാരക്ടേഴ്സ് സംസാരിക്കുക. അപ്പോൾ അവർ സംസാരിക്കുന്ന ലെവലിൽ അത് എഴുതാവൂ, അത് റിലേറ്റബിൾ ആവണം എന്ന് തോന്നിയിട്ടാണ് അവരുടെ ഡയലോഗ്സ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് എപ്പോഴും പാട്ടിലും ശ്രദ്ധിക്കുന്ന കാര്യം തന്നെയാണ്. പാട്ടിലും പാട്ടായാലും അല്ലാതെ സ്ക്രിപ്റ്റ് ആയാലും ഏത് ക്യാരക്ടേഴ്സിന് വേണ്ടിയാണ് എഴുതുന്നത് ആ ക്യാരക്ടേഴ്സിനെ ഷൂസിൽ കയറി എഴുതാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ ഒരേ തവണ ഈ പിന്നെ മ്യൂസിക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോളേജിൽ പഠിച്ച സമയം മുതൽ ഇപ്പോൾ വരെ ചെയ്യുന്നുണ്ട്, അപ്പോഴേക്കും ബേൺ ഔട്ട് ഫീൽ ചെയ്യില്ല? എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, എന്നാ ബ്രേക്ക് എടുക്കും. 2024 ഡിസംബർ ഒക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ബേൺ ഔട്ട് ഫീൽ ചെയ്തു. കാരണം അമ്മാതിരി കുറേ വർക്കുകൾ ഇറങ്ങി, ആവേശം, ഒബ്വിയസ്ലി ആവേശം, ഗുരുവായൂർ അമ്പലനടയിൽ, വാഴ, മാർക്കോ, ആ വർഷം എൻ്റെ കുറേ പടം ഇറങ്ങി. അത് ആ വർഷം തന്നെയാണ് റോസ്ലിൻ ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ ഒരുപാട് മൾട്ടി ടാസ്ക് ചെയ്തു, എനിക്ക് തീരെ ഉറക്കം ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാം കഴിഞ്ഞ് മൊത്തത്തിൽ ഡിസംബർ ഒക്കെ ആയപ്പോൾ മൊത്തം ഔട്ടായി ഞാൻ. അങ്ങനെ ഞാനൊരു കംപ്ലീറ്റ്ലി പിന്നെ ഞാനൊരു തായ്ലൻഡ് ട്രിപ്പൊക്കെ പിടിച്ചിട്ടാണ് ഒന്ന് റീബൂട്ടായത്. ഞാനിപ്പോൾ കറണ്ട് ബേൺ ഔട്ട് ഫേസിലാണ്. ഞാനിപ്പോൾ സാറിനോട് പറഞ്ഞു ചെറിയൊരു ബ്രേക്ക് വേണം. കാരണം നമ്മൾ ആ സമയം തൊട്ട് കൂമൻ തൊട്ട്, കാരണം കണ്ടിന്യൂസ്ലി, കാരണം നമുക്ക് പറയുമ്പോൾ ഈ സിനിമകൾ ഇറങ്ങുന്നത് ഒരു വലിയ ഗ്യാപ്പിലാണെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് തീരാൻ വേണ്ടി 4 മാസം 5 മാസമൊക്കെ എടുക്കും, പ്രോപ്പർലി വൃത്തിക്ക് ചെയ്യുകയാണെങ്കിൽ. അല്ല പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നേര് കഴിഞ്ഞപ്പോഴത്തേക്കും അത് തീർന്ന്. കാരണം സാറിന് എപ്പോഴും ഈ നമ്മുടെ ഷൂട്ടിന് മുന്നേ സ്ക്രിപ്റ്റ് ആദ്യം തന്നിട്ട് തീം ആദ്യം തന്നെ വേണമെന്ന് പറയും. അപ്പോൾ എനിക്ക് ഒരെണ്ണം കഴിയുമ്പോഴത്തേക്ക് അടുത്ത സ്ക്രിപ്റ്റ് തരും. അപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അടുത്ത പണി തുടങ്ങിയുള്ളൂ. ഷൂട്ട് ചിലപ്പോൾ മേ ബി ആഫ്റ്റർ 1 മന്ത് ആയിരിക്കും. ആ 1 മന്ത് ഞാനിരുന്നിട്ട് തീം ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ തലയും ഇതും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട്, അപ്പോൾ തീം ചെയ്ത് കഴിഞ്ഞ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവർ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യായി ഒന്ന് തീരുമ്പോൾ അടുത്ത സ്ക്രിപ്റ്റ്. അപ്പൊ അങ്ങനെ റോസിന്റെ ട്രെയിലറൊക്കെ കട്ട് ചെയ്തിട്ട് ഇവൻ ട്രെയിലറിന്റെ സ്കോർ ചെയ്യണമല്ലോ, അപ്പൊ മിറാഷ് ചെയ്ത് തീർന്നിട്ട് വേണം വലതുവശത്തെല്ലാം തുടങ്ങാൻ. അത് തീർന്നിട്ട് വേണം ഇത് ചെയ്യാൻ. അങ്ങനെ ഒരു സാധനമാണ്. നമുക്കുണ്ടല്ലോ ഒരു കുട്ടി ബ്രേക്ക് എടുത്തിട്ട് നമുക്കൊരു കുട്ടി ഗെയിം കളിച്ചാലോ? ഓക്കെ. നമ്മുടെ മലയാള സിനിമയിലുള്ള കുറച്ച് പാട്ടുകൾ ഞാൻ ഇമോജിയുടെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഇമോജി കൂട്ടി വായിക്കുമ്പോഴേക്കും നമുക്ക് ആ പാട്ടിന്റെ ഫസ്റ്റ് ലിറിക്സ് കിട്ടും. നിങ്ങൾ മ്യൂസിക്കുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആൾക്കാരായതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് പറ്റും എന്നാണ് ഒരു വിശ്വാസം. അപ്പൊ ഫസ്റ്റ് ക്ലൂ ഇതാണ് കേട്ടോ. സൂര്യനായി അത് ഞങ്ങളുടെ പാട്ടാണോ? അല്ല അല്ല അല്ല, ഞങ്ങൾ എരിവേനൽ പൂവെന്നൊരു പാട്ട് ചെയ്തായിരുന്നു മിറാഷില്. അതൊന്നും അല്ലല്ലോ. അല്ല 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 അല്ല. ഓക്കെ. സൂര്യൻ മരത്തിന്റെ ഇലയൊക്കെ പോയില്ലോ, വേനലാണോ? മരത്തിന്റെ ഇലയൊക്കെ പോയി. അപ്പൊ അതിനകത്ത് എന്താ നിങ്ങൾ വേനൽ പുഴയിൽ തെളിനീരിൽ. പുഴയൊന്നും ഇല്ല ഇതിനകത്ത്. ക്ലൂ തരണന്നേ.
ഇല്ലാത്ത മരമാണ് അതിനകത്ത് കാണുന്നത്. അപ്പൊ ബ്രാഞ്ചസിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോ ബ്രാഞ്ചിന് വേറെ പറയുന്ന മലയാളം വാക്ക് ചില്ല. വെയിൽ ചില്ല പൂക്കും. വെയിൽ ചില്ല പൂക്കും. ഒന്നിച്ച് ഉത്തരം പറഞ്ഞു കേട്ടോ. എനിക്ക് രണ്ടാം വെയിൽ ചില്ല വരെ കിട്ടി. രണ്ടുപേർക്കും ഓരോരോ പോയിന്റ്സ്. അടുത്ത സംഭവം ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കണം. ക്ലൂ നല്ലായിരുന്നു, അതുകൊണ്ട് കിട്ടിയതാ. അല്ലേ കിട്ടൂല. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇത് വേണ്ട കേട്ടോ. ഇത് രണ്ടും അങ്ങനെയാണെങ്കിൽ എന്റെ പാട്ടാണോ? പറയണം. എന്റെ പാട്ടാണെങ്കിൽ കുഞ്ഞിക്കവൾ മേഘമേ ആണോ? ഇത് ഭയങ്കര ഈസിയാണ്, ലേറ്റസ്റ്റ് ആയതുകൊണ്ട്. ഇത് വമ്പൻ ഈസിയാണ്. അപ്പൊ പെട്ടെന്ന് പറയണം. പൈനാപ്പിൾ പെണ്ണേ ചോക്ലേറ്റ് പീസ്. ഇതായിരുന്നു ആദ്യം തരേണ്ടത്. ഇത് ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്. ഇതാണ് സംഭവം. പൂമുഖവാതിൽക്കൽ അല്ല ആണോ? അതന്നെയാണോ? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന. ഓക്കെ, ഇതും ഭയങ്കര ടെലസ്കോപ്പ് ഉള്ളതുകൊണ്ട് ദൂരെ ഒരു മഴവില്ലിൻ ഏഴാം വർണ്ണം പോൽ. ഞാൻ ഈ ടെലസ്കോപ്പിന്റെ മലയാളമൊക്കെ ആലോചിച്ചിരിക്കാം. അങ്ങനെ വെച്ചിട്ട് ഇപ്പൊ എന്താണ് പറയാ, വിനായക് പറയുന്ന പോലെ മലയാളത്തിലെ കുറെ നമ്മള് യൂഷ്വലി പറയുന്ന കുറെ വാക്കുകളൊന്നും നമുക്ക് സോങ്സിൽ എടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ടെലസ്കോപ്പ് ഒന്നും നമുക്ക് സോങ്സിൽ എടുക്കാൻ പറ്റില്ല. ടെലിഫോൺ മണി പോലൊക്കെ ഉണ്ട്, പക്ഷെ മലയാളത്തിലൊന്നുമില്ല. ഇല്ല, സങ്കടമുണ്ട്, ഇപ്പോഴും സങ്കടമുണ്ട്. ഇപ്പൊ തമിഴില് പാട്ട് എഴുതിയിട്ട് സങ്കടമുണ്ട്. തമിഴില് മറ്റേ യോബിന്റെ പുസ്തകത്തിലെ പാട്ടൊക്കെ എഴുതിയിട്ട്. ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്തിട്ടുള്ള ആള് ഇവൻ തന്നെയാണ്. ഇങ്ങനത്തെ ഉള്ളത്, പക്ഷെ എന്നാലും ഒരു പരിധി ഉണ്ട്. ഇങ്ങനെ എഴുതുമ്പോൾ മലയാളത്തിൽ 5 വർക്കാവും, ബാക്കി 5 ഡബ്ബ് പാട്ട് പോലെ ഉണ്ടെന്ന്. അങ്ങനെ ഒരു സംഭവം വരും. മലയാളത്തിൽ അങ്ങനത്തെ പ്രശ്നം, ഡബ്ബ് പാട്ട് പോലെയാണ് എന്ന് ഒന്നെങ്കിൽ ഡയറക്ടർ തന്നെ പറഞ്ഞ് റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ പറയും മറ്റേ വയലാർ ഇതുപോലെ എന്നുള്ള സോണിലോട്ട് പോകും. അതുകൊണ്ട് മലയാളത്തിൽ റിസ്ക് എടുക്കാൻ ഒത്തിരി പാടാ. ഭയങ്കര സാൻസ്ക്രിറ്റ് ബേസ്ഡ് ലാംഗ്വേജ്, നമ്മൾ ഭയങ്കര ക്ലാസിക് ലാംഗ്വേജ്. മെലഡി എഴുതുമ്പോൾ ഈ പ്രശ്നമില്ല, അടിപൊളിയാണ് മലയാളം. പക്ഷെ വൺസ് നമ്മൾ ഇത്തരം ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മിക്സ് ചെയ്ത് സാക്കിർ ഹുസൈൻ തവല ഇവൾത്താന എന്ന് പറയുന്ന പോലെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ എങ്ങനെ ആലോചിച്ചു, സാക്കിർ ഹുസൈൻ തവല പോലെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? അയ്യേ ഇതെന്താണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ന്യൂട്രോൺ, ഇലക്ട്രോൺ, നീലക്കണ്ണിൽ മൊത്തം എത്രയും തമിഴിൽ എഴുതാൻ പറ്റും. നമ്മളൊരു മെലഡിയില് ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മള് റോക്കറ്റ് കയറ്റി വിടും, ആകാശത്തായിരിക്കും കുറച്ച് കാലത്ത്. വിനാശേഷന്മാർ എയറിലായിരിക്കും കുറച്ച് കാലത്തേക്ക്. പക്ഷെ ആരോമൽ പൂവ് പോലെ അത് സീതാരാമത്തിൽ എഴുതിയപ്പോഴത്തേക്കും ഡബ്ഡ് പാട്ടാണെങ്കിലും മലയാളികൾ മെലഡി വെച്ച് മലയാളം നമുക്ക് അവരുടെക്കാളും ബെറ്റർ ആയിട്ട് എഴുതാൻ പറ്റും. അതാണ് ആ പാട്ട് ആരോമൽ പൂവ് പോലെ സീതാരാമത്തിൽ ഇറങ്ങിയപ്പോൾ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ്സ് ആണ്. ഞാൻ ഇതിൽ മറ്റേ വെർഷനേക്കാളും മലയാള വെർഷനാണ് ബ്യൂട്ടിഫുൾ എന്ന് കുറെ പേര് പറഞ്ഞു. അപ്പൊ അത് മലയാളത്തിൽ നമുക്ക് മെലഡീസ് ചെയ്തെടുക്കാൻ പറ്റും. അത് പക്ഷെ എനിക്ക് വേറെ കാര്യം തോന്നി, നമ്മള് ഡബ്ഡ് മറ്റേ പണ്ടൊക്കെ സിനിമയിൽ നമ്മള് ടിവിയില് ഡബ്ഡ് മൂവീസ് വരുന്ന സമയത്ത് പാട്ടൊക്കെ ഡബ് ചെയ്തിട്ട് നമ്മൾ സ്കിപ്പ് അടിച്ച് എങ്ങനെയെങ്കിലും സ്കിപ്പ് അടിച്ച് പോണേന്ന് പ്രാർത്ഥിച്ചിരുന്ന സെയിം ആൾക്കാര് ഡബ്ഡ് ആയിട്ടുള്ള സീതാരാമത്തിലെ പാട്ട് അത്രയ്ക്കും ഹിറ്റായിരുന്നു, എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമിൽ. അതൊരു ഭയങ്കര ഒരു അതായത് പണ്ടത്തെ ഡബ്ഡ് കൾച്ചർ ഇപ്പം കോവിഡിന് ശേഷം മാറി. അതായത് പണ്ട് ഇത് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത ഒരു ആളോ അല്ലെങ്കിൽ ഒരു ചാനലോ ആയിരിക്കും ഇത് ഡബ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ലോ കോസ്റ്റ് ഡബിങ് ആണ് അവർ നടത്തുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ആഫ്റ്റർ കോവിഡ് പാൻ ഇന്ത്യൻ എന്നുള്ളൊരു വേർഡ് തന്നെ വന്നു. അപ്പോൾ സിനിമയുടെ ഒറിജിനൽ മേക്കേഴ്സ് തന്നെയാണ് എല്ലാ ഭാഷയിലെ പാട്ടുകളും ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സീതാരാമത്തിന്റെ ഡയറക്ടർ തന്നെയാണ് എന്നെ വിളിച്ചത്, സീതാരാമത്തിന്റെ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ ആസ് ആൻ ഒറിജിനൽ പോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. തെലുങ്കിൽ റിസിസ്റ്റ് അവിടെ തെലുങ്കിൽ എഴുതുന്നു, തമിഴിൽ ലിറിക്സ് എഴുതുന്ന അതേ സമയത്ത് ഞാൻ ഇപ്പുറത്തിരുന്ന് മലയാളം ലിറിക്സ് എഴുതുന്നു. അപ്പോൾ സൈമൾട്ടേനിയസ്ലി സംഭവിക്കുക. മറ്റേത് അങ്ങനെയല്ല. വലുതൊരു പടം ഇറങ്ങി, പിന്നെ കുറെ കാലത്തിന് ശേഷം അല്ലു അർജുന്റെ പടം നമ്മൾ ഇവിടെ വന്നു, ഇന്ന TV വന്നു. അപ്പോൾ ആ ചാനലുകാർ ചെയ്യുന്നതാണ് നമ്മൾ പണ്ട് കേട്ട് ഡബ് സോങ് ആന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് ചെയ്ത സോങ്ങുകളല്ല. അപ്പോൾ പ്രോസസ്സ് മാറി. വേറൊരു കാര്യം കൂടി, നേരത്തെ പറഞ്ഞില്ലേ നമ്മൾക്ക് കുറെ രീതിയിലെ പാട്ടുകൾ എഴുതാൻ പറ്റില്ല, എഴുതുമ്പോൾ ഡബ്ഡാന്ന് പറയും, അല്ലെങ്കിൽ ആൾക്കാർ മെലഡിയാണ്, ക്ലാസിക് ലാംഗ്വേജ് ആണ് മലയാളം എന്നൊക്കെ പറയും. അപ്പൊ ഈ നല്ല റൈറ്റിംഗ് ആൻഡ് ചീത്ത റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടോ? മീൻസ് ആൾക്കാർ പലപ്പോഴും പറയാറുണ്ട് ഈ പാട്ടിന്റെ അതൊന്നും അങ്ങോട്ട് ശരിയായില്ല മലയാളത്തിൽ പറയുമ്പോൾ. അങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നാറുണ്ട്? അല്ല, നമുക്ക് അങ്ങനെ കുറെ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നല്ല പാട്ടുകൾ എന്ന് പറഞ്ഞ മെലഡീസ് മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ. അതല്ലെങ്കിൽ അവാർഡ് വിന്നിംഗ് എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ഫാസ്റ്റ് നമ്പറിന് അത്ര അവാർഡ്സ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് റെവല്യൂഷണറി ഡിസിഷൻസ് ആയിട്ടൊക്കെ തന്നെ പറയാറുള്ളൂ. അതൊരു നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. സെയിം തിങ് ഗോസ് ഫോർ സിനിമകൾക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹാർഡ് ഹിറ്റിംഗ് ഡ്രാമാസിനൊക്കെയാണ് ബെസ്റ്റ് ഫിലിം ഒക്കെ കൊടുക്കാറുള്ളത്. ഒരു അടിപൊളി എന്റർടൈനറിന് എന്തുകൊണ്ട് കൊടുത്തുകൂടാ, അല്ലെങ്കിൽ ഒരു നല്ല ഹൊറർ ഫിലിമിന് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? നമ്മളത് കുറേ ജോണറിനെ നമ്മൾ
മാറ്റി നിർത്തും, ക്ലാസിക് ആക്കാൻ സമ്മതിക്കാതെ മാറ്റി നിർത്തും. സെയിം തിങ് വിത്ത് സോങ്സ്. ഇപ്പം എൻ്റെ അടുത്ത് ആൾക്കാർ പറയുന്നതാണ്, നിങ്ങൾ ഇലുമിനാറ്റിയും ആവേശവും രോമാഞ്ചൊക്കെ എഴുതുമെങ്കിലും നിങ്ങൾ ആരാധിക്കുക എഴുതുന്ന ഒരാളാണ്, അടിപൊളി. അങ്ങനൊന്നും ഞാൻ കോംപ്ലിമെൻ്റ് ആയിട്ട് സ്വീകരിക്കാതെ പോലും ഇല്ല. എനിക്ക് എല്ലാം സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ ഗലാട്ട എഴുതുമ്പോൾ ആ പേഴ്സൺ ഏറ്റവും പൊളിപ്പാട്ട് അവിടെ എഴുതണം. അല്ലെങ്കിൽ ഇപ്പോൾ ഏബനാനെ എഴുതുമ്പോൾ നമ്മൾ ആ പടത്തിന്റെ പാട്ട് അങ്ങനെയാണ്. അപ്പൊ ഒന്നിന് ഭയങ്കര മഹത്തരമായ എന്തോ ഉണ്ടെന്നും മറ്റേതിനില്ലെന്നും വിശ്വസിക്കുന്നില്ല. ഞാനിപ്പോ ഈ നുണക്കുഴിക്ക് സ്കോർ ചെയ്ത സമയത്ത് അത് പടത്തിന്റെ സ്കോർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, അതിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്കോറിന്. പക്ഷെ അത് അങ്ങനത്തെ ഒരു പടമല്ലേ, ഫൺ ഒരു പടമല്ലേ, ഇപ്പൊ ഈ പറഞ്ഞത് ഫൺ പടമല്ലേ എന്നുള്ള രീതിയിൽ ഒരു ടോം ആൻഡ് ജെറി പരിപാടിക്ക് മ്യൂസിക് ചെയ്യുന്ന പോലെ ഇവൻ നുണക്കുഴിക്ക് സ്കോർ ചെയ്തിരിക്കുന്നത്. ടോം ആൻഡ് ജെറി പരിപാടിക്ക് മ്യൂസിക് ചെയ്യാൻ എളുപ്പമൊന്നുമല്ല. അത് ടോം ആൻഡ് ജെറി ആണ് അതിനകത്ത് ഭയങ്കര മ്യൂസിക്കൽ ഡീറ്റെയിലിംഗ് പരിപാടികളാണ് ഇതിനകത്തുണ്ട്. കാരണം ഓരോ മൂവ്മെന്റ്സിനും പരിപാടികൾക്കും ഒക്കെ നമ്മൾ മ്യൂസിക്കായിട്ട് ചെയ്യും. നമ്മൾ ചുമ്മാ ടൈം സൗണ്ട് ഇടുന്ന പോലെ അല്ലല്ലോ, മ്യൂസിക്കായിട്ട് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഈ അത് ജോണർ അതാണ് എപ്പോഴും അതാണ് നമ്മൾ. അതുകൊണ്ടല്ലേ നമ്മൾ ഈ അവാർഡ് സിനിമ എന്ന് പറയുന്നില്ലേ, അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു തുടങ്ങിയത്? അതൊരു അവാർഡ് സിനിമ സ്ലോ ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അങ്ങനത്തെ സിനിമകൾക്ക് അവാർഡ് കൊടുത്തു തുടങ്ങിയോണ്ട് ഒരിക്കലും ഒരു ഭയങ്കര ഫണ്ണ് കോമഡി പടത്തിന് നമ്മൾ അങ്ങനത്തെ ബെസ്റ്റ് ഫിലിം അവാർഡൊന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ വന്നേക്കുന്നതാണ്. അതൊക്കെ മാറണം. അതെ, ഇത് കുറച്ച് പണിയെടുക്കേണ്ടി വരും. കാരണം ഇമോജി എനിക്ക് അത്രയും ആപ്റ്റ് ആയിട്ടുള്ളത് കിട്ടിയില്ല. കണ്ണിനുള്ളിൽ നീ കൺമണിയാണോ? ഈ ഫസ്റ്റ് ഇമോജിയില്ലേ, അത് കുറച്ച് നമ്മൾ കാണുന്ന ഇങ്ങനെ എപ്പോഴാണ് നമ്മൾ കണ്ണുകൊത്തി പിടിക്കുക, പേടിക്കുമ്പോഴാണോ? അല്ല, നമുക്കേ കണ്ടുപിടിച്ചിട്ട് ഞാൻ പോകുന്നു. ഓക്കെ ശരി, കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നിങ്ങള് നാണമാണോ? നാണമല്ല, പക്ഷെ അതുപോലത്തെ ഇത് പക്ഷെ ഒരു ത്രിൽ, മറ്റേ ഇങ്ങനെ പറയാ എന്റർടൈൻ, അങ്ങനത്തെ ഒരു സോങ് ആണ്. നൃത്തം എന്നുള്ള വാക്കുണ്ടോ ഫസ്റ്റ്? നൃത്തം ഒന്നുമില്ല. അതെ, നീ എന്നാണ് മൂന്നാമത്തെ വാക്ക്. നിന്റെ കണ്ണ്, കടക്കണ്ണ്, ലജ്ജാവതി. നിന്റെ നാണമാണ് ലജ്ജ. എനിക്കതിപ്പോ ഇത് കറക്റ്റ് ഇപ്പൊ നാണത്തിന്റെ സാധനമാണോ? ലജ്ജാവതി കഴിഞ്ഞിട്ട് ഡാൻസ് എന്താ അത് കണ്ടായിരുന്നു? ലജ്ജാവതി സ്ത്രീയല്ലേ? സ്മൈൽ ഇടുമ്പോ എനിക്ക് നിങ്ങളിങ്ങനെ ഇത് ഇടേണ്ടി വരും, ഒറ്റ വാക്കാണ്. ഒരു കടയും കൂടെ നടക്കുകയാണായിരുന്നു. അതാണ്. പക്ഷെ മറ്റേ ഇതുണ്ടാക്കുന്നവർക്ക്, ഇമോജി ഉണ്ടാക്കുന്നവർ നമ്മളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാത്തതുകൊണ്ട് ഇച്ചിരി പണിവിട്ട് പോയി. ഈ പാട്ടുകൾ എഴുതുന്ന സമയത്ത് പാട്ടുകളിലേക്ക് പിന്നെയും പോകുന്നോണ്ടൊന്നും തോന്നരുത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയ്ക്കും ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ സോങ്സ് ഉണ്ടായിരുന്നു. എഴുതുന്ന സമയത്ത് ഇത്ര ഭയങ്കര സങ്കടത്തിൽ എഴുതുന്ന പാട്ടുകളും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ എന്താ കുഞ്ഞിക്കവൾ മേഘമയുടെ അതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു സാധനം ഉണ്ട്, എന്താ നമ്മള് താഴേക്ക് പോകുന്ന സമയത്ത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കേൾക്കുന്ന കുറെ ലിറിക്സ് ഉണ്ട്. എങ്ങനെയാണ് ഇത്രയ്ക്കും ഇമോഷണലി ലോ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിനെയൊക്കെ ലിറിക്കായിട്ട് മാറ്റാൻ പറ്റുന്നത്? ഇത്രയ്ക്കും സങ്കടങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണോ? നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ള പോലെ നമുക്കും ഉണ്ട്. ബാക്കിയുള്ളവരെക്കാളും ഡൗൺസ് എന്നൊക്കെ ഞാൻ അങ്ങനെ കമ്പയർ ചെയ്തൊന്നും പറയുന്നില്ല, അത് പേഴ്സണലാണല്ലോ. അപ്പോൾ പക്ഷെ എൻ്റെ ഈ തനിയെ മിഴികൾ എന്നുള്ള പാട്ട്, ഗപ്പിയിലെ പാട്ട്, അത് ഇറങ്ങി പിന്നീട് അതൊരു 1 വർഷമൊക്കെ കഴിഞ്ഞ് അത് ഹിറ്റാവുന്നത്. അതിനുശേഷം എനിക്ക് വരുന്ന ഒരുപാട് മെസ്സേജസിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഓവർവെൽംഡ് ആയിപ്പോയി. അപ്പോൾ ഞാൻ അത് വെറുതെ ജസ്റ്റ് സിനിമയ്ക്ക് വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ, അല്ല ഞാൻ ഇമോഷണലി ഇത്രയും ആൾക്കാർ അത് ഇൻവെസ്റ്റ് ആ പാട്ട് അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഒരുപാട് പേര് അത് ജീവിതത്തിലെ സങ്കടങ്ങളിൽ കേൾക്കുന്ന പാട്ടാണ്, അല്ലെങ്കിൽ സന്തോഷത്തിൽ അങ്ങനെ പലതും വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവമേ, ഞാൻ ഒരുപാട് പേരുടെ ലൈഫിൽ എന്തോ ചെയ്തോ നിമിത്തമായോ എന്നൊരു തോന്നൽ വന്ന അപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് പേർക്ക് പുറത്ത് പറയാത്ത എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട്, പുറത്ത് കാണുന്ന പുഞ്ചിരികളുടെ പുറകിൽ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒറ്റയ്ക്കാവുമ്പോൾ കേൾക്കാനൊരു പാട്ട്, അല്ലെങ്കിൽ അതൊരു മറ്റേ ഒരു താങ്ങാവുന്നുണ്ടെങ്കിൽ അത് അത്രയും നമ്മൾ ആരുടെയും ലൈഫൊക്കെ ടച്ച് ചെയ്യല്ലേ, ഈ ഒരു തോന്നൽ നമുക്ക് വന്നു. അപ്പോൾ അതിനുശേഷം വളരെ റെസ്പോൺസിബിളിയാണ് ഇത്തരം പാട്ടുകളെ ഞാൻ എഴുതുന്നത്. ഒരു ഫ്രണ്ടായി മാറും ഒരു പാട്ട് ചില സമയത്ത്. ഒരാൾക്ക് ആരോടും ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്ത് 4 മിനിറ്റത്തേക്ക് ആയിക്കോട്ടെ, നമ്മൾ 4 മിനിറ്റത്തേക്ക് നമ്മളവരുടെ ഫ്രണ്ടാണ്, എനിക്കറിയാത്ത ഒരാളുടെ ഫ്രണ്ടായി ഞാൻ മാറുക എന്ന് പറയുന്നൊരു ബ്യൂട്ടിഫുൾ പ്രോസസ്സ് തനിയെ മിഴികളിലൂടെ സംഭവിച്ചു. പിന്നീട് അത് എസ്പെഷ്യലി ജോൺ പോൾ ജോർജ് സിനിമകളിലൊക്കെ പാട്ട് എഴുതുമ്പോൾ അമ്പിളിയിലും അങ്ങനത്തെ പാട്ടുകളുണ്ട്. അപ്പോൾ ഫൈനലി ആശാനിലെ കുഞ്ഞിക്കവൾ മേഘമയാകട്ടെ, ചിറകെ ആവട്ടെ, അങ്ങനെ ആൾക്കാർ സ്വീകരിക്കുന്ന എഴുതുമ്പോൾ തന്നെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എഴുതുന്നത്. തെറപ്പി ആവും ഈ പാട്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പാട്ടൊക്കെ എഴുതുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഏതെങ്കിലും കാലത്ത് എവിടെയെങ്കിലുമൊക്കെ
തട്ടിപ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ, അപ്പോഴും ഈ പാട്ട് അവിടെ ഉണ്ടാവുമല്ലോ. ഒരുപാട് റെസൊനേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇതേ പറഞ്ഞ പോലെ സങ്കടം വരുമ്പോഴൊക്കെ നമ്മൾ ഇപ്പോഴും എടുത്തു വെച്ച് കേൾക്കുന്ന കുഞ്ഞിക്കവൽ മേഘമേ ഹിറ്റായ വന്ന സമയത്ത് അത്രയും, കാരണം ഹൈപ്പ് വരുന്ന സോങ്ങുകളോട് എന്തോ ഒരു മാറി നിൽക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും പല ആൾക്കാർക്ക്, അതിലൊരാളാണ് ഞാൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് ലൈക്ക് എ സ്ലോ ബേൺ, എല്ലാ ദിവസവും രാത്രി അത് കേൾക്കാണ്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അത് ശരിക്കും ഹൈപ്പ് ചെയ്യാൻ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഹൈപ്പ് വരേണ്ട കാസ്റ്റിംഗ് ഉള്ള സിനിമയല്ല. അങ്ങനെ ഹൈപ്പ് ചെയ്യുന്ന മറ്റേ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം വൈറൽ പരിപാടികൾക്ക് വേണ്ടി ചെയ്ത പാട്ടൊന്നുമല്ല. അത് ഓട്ടോമാറ്റിക്കലി ഡിസേർവ് ചെയ്യുന്ന പ്രൊമോഷൻ ഒന്നും കൊണ്ട് കയറിയൊന്നും, PR വർക്ക് കൊണ്ട് കയറിയ പാട്ടൊന്നുമല്ല. അത് ജെനുവിൻലി കിട്ടിയ ലവ് കൊണ്ട് കയറിയ പാട്ടാണ്. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി കോമൺ ആയിട്ട് ഗൂഗിൾ ചെയ്താൽ നിങ്ങളെ രണ്ടുപേരെ പറ്റിയും കിട്ടാത്ത 3 കാര്യങ്ങൾ. അതിനെ പറ്റിയുള്ള 30 കാര്യങ്ങളെങ്കിലും ഉണ്ടാവും. അതൊക്കെ ഞാനിവിടെ പറഞ്ഞില്ല. മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, നിങ്ങൾ പേഴ്സണലി നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി ചെന്നൈ സൂപ്പർ കിങ്സ് ഫാനാണെന്നുള്ളതും ക്രിക്കറ്റ് ഫാനാണെന്നുള്ളതും അത്രമാത്രം രക്തത്തിൽ അത് കളർന്നിട്ടുണ്ടെന്നുള്ളതിൽ ഇപ്പോൾ കിട്ടത്തില്ല. ക്രിക്കറ്റ് എനിക്ക് വളരെ പേഴ്സണലാണ്. ഒരു ദിവസം ഞാൻ കുറച്ച് മണിക്കൂറുകൾ ക്രിക്കറ്റിന് വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്. ക്രിക്കറ്റ് അനലിറ്റിക്സ് വീഡിയോസ് കാണാറുണ്ട്. അതിൻ്റെ പിന്നെ ഗീക്കി ആയിട്ടുള്ള ഏരിയാസിലൊക്കെ കടന്നുപോയി. ക്രിക്കറ്റ് കാണൽ മാത്രമല്ല, പ്രീ മാച്ച് അനാലിസിസ്, പോസ്റ്റ് മാച്ച് അനാലിസിസ് പോലത്തെ പരിപാടികളെല്ലാം ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. 3 കാര്യം പറഞ്ഞാൽ മതി. ഇല്ല, പക്ഷെ അത് ഞങ്ങൾക്ക് കുറെ പേർക്ക് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. ആയിരുന്നോ? ക്രിക്കറ്റ് അറിയായിരുന്നു. ക്രിക്കറ്റ് അറിയാവുന്ന ഒരു അത് കൂട്ടത്തില്ലേ? അല്ല, ഞാൻ കൂട്ടി കുറെ പേർക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം. പിന്നെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുക്ക് ചെയ്യും ഒരു കാര്യം. അതിനേക്കാളും നന്നായിട്ട് ഫുഡ് കഴിക്കും, അത് വേറെ കാര്യം. ഞാൻ പണ്ട് ഞാനും ഇവൻ ഇരിക്കുന്നോണ്ട് പറയാം, കാളിദാസ് ജയറാം ഞങ്ങളുടെ പഠിച്ചത്. ഞങ്ങളുടെ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ഞാനും കാളിദാസ് ജയറാമും കൂടെ സ്റ്റേജിൽ മിമിക്രി ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് എനിക്കൊന്ന് വിക്കിപീഡിയയിൽ അടിച്ചാലൊന്നും കിട്ടത്തില്ല. ആ വീഡിയോ എന്റെ ഫോണിലുണ്ട്, പക്ഷെ അത് പുറത്തിടരുതേ എന്നാണ് കാളിദാസ് എന്നോട് പറയാറുള്ളത്. ഞാനത് ലീക്ക് ചെയ്യുന്നില്ല. ഞങ്ങള് കോളേജിലെ സ്റ്റേജിലൊക്കെ ഞാനും കാളിദാസും കൂടെ ലൈവായിട്ട് മിമിക്രി കാണിച്ചിട്ടുമുണ്ട്. ഇവൻ വെറുതെ ഇരിക്കുന്നുണ്ട്, അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടാൻ വേണ്ടി ഇവനെ ഞാൻ സ്റ്റേജിന്റെ സൈഡിൽ കീബോർഡ് കൊണ്ട് ഇരുത്തിയിട്ട് ലൈവായിട്ട് ഇവൻ സ്കിറ്റിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിട്ടുണ്ട്. അതായത് വിനായകനെ എസ്പെഷ്യലി വിക്കിപീഡിയയിൽ നോക്കിയാലും പ്രത്യേകിച്ച് ഒരു സംഭവങ്ങൾ നമുക്ക് കിട്ടത്തില്ല. എവിടെ ജനിച്ചു, എവിടെ പഠിച്ചു, ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് നേരെ വന്നു പിന്നെ നമുക്ക് ഫിലിംസ് റിലേറ്റഡ് എല്ലാം കിട്ടും. ബട്ട് അതർവൈസ് വേറെ ഒന്നും പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്ന സംഭവം വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയാണോ ശരിക്കും? എസ്പെഷ്യലി കഴിഞ്ഞൊരു ആദ്യമൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു, പേഴ്സണൽ ലൈഫ് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് പ്രത്യേകിച്ച് പ്രൈവറ്റ് ലൈഫ് ഇസ് പ്രൈവറ്റ് എന്നുള്ള മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റേത് 90% അറിയില്ല. അതുകൊണ്ട് എളുപ്പമുണ്ടല്ലോ 3 കാര്യം ചടയെന്ന് പറയട്ടെ. നേരത്തെ നീ ക്രിക്കറ്റിന്റെ പറഞ്ഞോട് പറഞ്ഞു, ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനാണ്, ഭയങ്കര ഫുട്ബോൾ പ്രിയനാണ് പണ്ട് തൊട്ടേ. ഫുട്ബോൾ കാണുന്ന ആളാണ്. പിന്നെ എനിക്ക് റേസിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഗോ കാർട്ട് റേസിംഗ് പരിപാടി ഞാൻ റേസ് ചെയ്യും. അങ്ങനെ വേറെ കുറെ ഉണ്ട്. അതിനകത്ത് ഇത് 3 ഇതുപോലെ. നിങ്ങൾ ഈ പ്രൊഫഷനിൽ എത്തിയില്ലായിരുന്നെങ്കിൽ വേറെ ഏത് പ്രൊഫഷനിൽ എത്തിയായിരുന്നേനെ എന്ന് വല്ലതും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇവ പണ്ട് കോമഡിക്ക് എന്നോട് പറയാറുണ്ട്, നീ ഭയങ്കര വലിയ മസാജറാണ്. തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് ഹെഡ് മസാജ് ചോദിച്ചു കഴിഞ്ഞാൽ റെഡിയാക്കി തരും. പക്ഷെ ഇപ്പൊ ഭയങ്കര ജാട ചെയ്ത് തരത്തില്ല. അത് മുഴുവൻ കീബോർഡിൽ കുത്തിക്കൊണ്ടിരിക്കുക. അവിടെ തലയെ കുത്താനുള്ള കയ്യിലില്ല. അതാണ് ഞാൻ പറഞ്ഞു, അപ്പൊ ഒന്നും നടന്നില്ലെങ്കിൽ ഒരു സ്പാ ഇട്ടോളാൻ പറഞ്ഞു എവിടെയെങ്കിലും പോയിട്ട്. ഇത് കോമഡി ആയിട്ട് പറയുന്നത് കേട്ടോ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതല്ലായിരുന്നെങ്കിൽ വേറെ പരിപാടി ഒന്നും പോകാൻ സാധ്യതയില്ല. ഇത് മാത്രമേ എനിക്കിത് മാത്രമേ അറിയുള്ളൂ. വിനായകായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുമായിരുന്നു? പോയില്ല, സിനിമ തന്നെ. ഓക്കെ, ഇനി എന്താണ് ഫ്യൂച്ചർ പരിപാടീസ്? എന്റെ കാര്യം സിമ്പിൾ, പാട്ടെഴുതി മുമ്പോട്ട് പോകുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കഥകൾ കിട്ടിയാൽ എല്ലാവരോടും പറയാൻ ഇതുപോലെ സീരീസോ സിനിമയോ കേട്ട്. സെറ്റായിട്ട് എന്തെങ്കിലും ഇരിപ്പുണ്ടോ? അതിപ്പോ പറയില്ല. ഓക്കെ. വലിയ 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 ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം ഒന്നും പറയുന്നില്ല. അങ്ങനെ അതൊരു അങ്ങനെയല്ല, അങ്ങനെ പല പല ആഗ്രഹങ്ങളുണ്ട്. അതിനകത്ത് ഓസ്കാർ മേടിക്കുന്ന അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒത്തിരി പരിപാടികൾ. അതെ, അതിനകത്ത് നമുക്ക് ഒത്തിരി വേഴ്സറ്റൈൽ ആയിട്ടുള്ള മ്യൂസിക്കായിട്ടുള്ള വേഴ്സറ്റൈൽ പരിപാടികൾ, മ്യൂസിക്കുകൾ ചെയ്യണം എന്നുള്ളത്. റോസ്ലിന്റെ വിശേഷങ്ങളും അത് കൂടാതെ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന വിനായക് ശശികുമാറിനും വിഷ്ണു ശ്യാമനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.